ഈ ജന്മവും ഇനിയുള്ള 7 ജന്മവും തൻ്റെ പാതിയായി ഈ ഒരുവൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാവണേ. ദക്ഷിൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ പാറു കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമാണ്. വിവാഹം വളരെ ആർഭാടത്തോടെയും ആഘോഷത്തോടെയും നടന്നു. പാറുവിനെ മണിയറയിലേക്ക് കൊണ്ടുവിട്ടത് ദേവു ആയിരുന്നു. 2 പേർക്കും ഹാപ്പി ഫസ്റ്റ് നൈറ്റ് പറഞ്ഞുകൊണ്ട് മുറിവിട്ടിറങ്ങാൻ ഒരുങ്ങിയ ദേവു പാറുവിൻ്റെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞതും പാറു അവളെ ചെറുതായി പിച്ചി. ദേവു അവിടെ നിന്നും പോയതിന് പിന്നാലെ ദക്ഷ് ഡോറടിച്ച് ലോക്ക് ചെയ്യുന്നത് കണ്ടതും പാറുവിന് ആകെ ഒരു വെപ്രാളം പോലെ തോന്നി. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ദക്ഷിനെ കണ്ട് വർദ്ധിച്ചു വന്ന ഹൃദയത്താളത്തെ അടക്കി പിടിക്കാൻ പാടുപെടുകയാണ് പാറു. തൻ്റെ കയ്യിലെ പാൽ ഗ്ലാസ് അവൾ ദക്ഷിന് നേരെ നീട്ടിയതും അവനത് കൈകൊണ്ട് വാങ്ങാതെ അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് വാ തുറന്നു. പാറു വിറയ്ക്കുന്ന കൈകളോടെ അവൻ്റെ വായിലേക്ക് പാൽ ഗ്ലാസ് അടുപ്പിച്ചു. അവളുടെ കൈക്ക് മേലെ തൻ്റെ കൈ ചേർത്ത് വെച്ചു. ദക്ഷ് പകുതി പാൽ കുടിച്ചു, ബാക്കി അവളുടെ വായ്ക്ക് നേരെ അടുപ്പിച്ചു. എങ്ങനെയൊക്കെയോ അവൾ ബാക്കി പാൽ കുടിച്ചു. തലയും താഴ്ത്തി സാരിത്തലപ്പ് വിരലുകളിൽ ചുഴറ്റിച്ച് നിൽക്കുന്ന പാറു. അവളുടെ അന്നേരത്തെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ട് ദക്ഷിണ ചിരിയും വരുന്നുണ്ടായിരുന്നു. എന്നാ നമുക്ക് തുടങ്ങാല്ലേ? ഒരു മന്ത്രണം പോലെ അവളുടെ കാതോര അവൻ ചോദിച്ചു. അതിനു പുറമെ അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈയമർത്തിയതും അവളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവളുടെ നെഞ്ചിപ്പ പൊട്ടും എന്ന പോലെ ശക്തമായി മിടിക്കുന്നുണ്ട്. ഒരു തരം വിറയലോടെ അവൾ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ ചുണ്ടിന് മീതെ വിയർപ്പ് തുള്ളികൾ മുത്തുപോലെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു. നിറയെ പീലികളുള്ള മാൻപേട മിഴികൾ അവനോട് എന്തൊക്കെയോ പറയുന്നത് പോലെ അവന് തോന്നി. അവളുടെ കണ്ണുകളിൽ അവൻ അറിയാതെ ആഴ്ന്നിറങ്ങിയിരുന്നു. ആ നിമിഷം അവളുടെ അതരങ്ങൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ ഭയം മനസ്സിലാക്കി അവൾ തൻ്റെ കൈ പിൻവലിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആ നെറുകയിൽ ചുണ്ടമർത്തുമ്പോൾ അവൾ ആ ചുംബനം കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വീകരിച്ചു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് ദക്ഷ് പറഞ്ഞു. അതുപോലെ അവനോട് ചേർന്ന് നിന്നപ്പോൾ അവളുടെ ടെൻഷനും ഭയത്തിനും ഒക്കെ അയവ് വന്നിരുന്നു. അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ കൈയും പിടിച്ച് ബെഡിനരികിലേക്ക് നടന്നു. ലജ്ജയോടെ മുഖം താഴ്ത്തിയിരിക്കുന്ന പാറുവിൻ്റെ വലതുകരം എടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ അവളുടെ ഉടലാകെ കുളിര് പടർന്നു. അവളുടെ ഇരു കവിളിലും ചുണ്ടു ചേർത്തപ്പോൾ അവളുടെ ഉണ്ടക്കവിളുകൾ ചുവന്നു തൊടുത്തു. അവളുടെ അതരങ്ങൾ തൻ്റേതാക്കി മാറ്റാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഞാനിതെടുത്തോട്ടെ? അനുവാദത്തിനെന്ന വണ്ണം അവളുടെ അതരങ്ങളിൽ മൃദുവായി തഴുകിക്കൊണ്ട് ദക്ഷ് ചോദിച്ചു. ആ നിമിഷം ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. സമ്മതമെന്നോണം അവൾ നേർമയായി ഒന്ന് മൂളിയതും അവൻ്റെ അതരങ്ങൾ അതിൻ്റെ ഇണയുമായി കൊരുത്തിരുന്നു. ചുംബനത്തിൻ്റെ രസച്ചരട് മുറിയാതെ ഇരുവരും ബെഡിലേക്ക് ചാഞ്ഞു. ദീർഘ ചുംബനത്തിന് ശേഷം അവളുടെ അതരങ്ങളെ അവൻ മോചിപ്പിച്ചു. ഉറങ്ങിക്കോ, നല്ല ക്ഷീണം കാണും. ഞാനും ശരിക്കും ടയേർഡാണ്. അവൾ തൻ്റെ നെഞ്ചോട് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ദച്ചുവേട്ടാ, എന്നെ ശരിക്കിഷ്ടാണോ അതോ? പാറു ചോദ്യം മുഴുവനാക്കിയില്ലെങ്കിലും അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതും മറുപടിയൊന്നും പറയാതെ അവൻ അവളുടെ നെറുകയിൽ അത്രമേൽ പ്രണയത്തോടെ ചുംബിച്ചു. ആ ഒരു ചുംബനത്തിൽ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം അച്ചു ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നാച്ചുറൽ പാർക്കിങ്ങിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പരിചയമുള്ള ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ അവൾ നോക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് വിരിയുന്ന ടെൻഷനും ഭയവും പലതും വിളിച്ചോതുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൾ പ്രതീക്ഷിച്ചയാൾ അവൾക്കരികിലേക്ക് നടന്നു വരുന്നത് കണ്ടതും അവളുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമാഞ്ഞു. ഒരു തരം വഷളം ചിരിയോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് അവനോട് വെറുപ്പും ദേഷ്യവും തോന്നി. ഒന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അച്ചു തൻ്റെ ബാഗിൽ നിന്നോ കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്ത് അവന് നേരെ നീട്ടി. എത്രയുണ്ട്? അവൾ കൊടുത്ത പണം ആർത്തിയോടെ മണത്ത് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. 2 ലക്ഷം. അത് പോരല്ലോ ആഷിക, പ്ലീസ്. ഇനി എൻ്റെ കയ്യിൽ 10 പൈസ പോലും കാണില്ല. ഇത് തന്നെ സംഘടിപ്പിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ദയവ് ചെയ്ത് ഇനിയും എന്നെ ശല്യം ചെയ്യരുത്. അച്ചു കൈകൾ കൂപ്പിക്കൊണ്ട് അവനോട് കെഞ്ചി പറഞ്ഞു. അവനിൽ നിന്നും മറുപടിയായി ഒരുതരം പുച്ഛം നിറഞ്ഞ ചിരിയാണ് അവൾക്ക് തിരികെ കിട്ടിയത്. ഇന്ദിര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉടമ ഡോക്ടർ അഭിമന്യു മഹേശ്വറിൻ്റെ ആസ്തി എത്രയാണെന്നേ ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അങ്ങനെയുള്ളപ്പോൾ അയാളുടെ അനിയത്തിക്ക് 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് വെറും നിസ്സാരക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ പറഞ്ഞു. സത്യമായിട്ടും ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് വെച്ച് അതൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ടോ? പണം എന്തിന് ചിലവഴിച്ചു എന്നുള്ള സോഴ്സ് കാണിക്കാതെ ഏട്ടൻ ഞങ്ങൾക്ക് 10 രൂപ പോലും തരാറില്ല. എൻ്റെ സ്വർണം വിറ്റിട്ടാണ് ഞാൻ ഈ പണം സംഘടിപ്പിച്ചത്. എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക്.
അച്ചു കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്താലോ? അതാകുമ്പോൾ 10 പൈസ ചിലവുമില്ല. അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. ഡോ, മര്യാദക്ക് സംസാരിക്കണം. അതിന് എന്നെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എങ്കിൽ 10 തികച്ചും കിട്ടണം. വേണേ 2 ദിവസത്തെ സമയം കൂടി തരാം. മറ്റന്നാൾ വൈകുന്നേരത്തിന് മുൻപ് നീ ഇതേ സ്ഥലത്തെത്തണം. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു രാത്രി കഴിയേണ്ടി വരും. ഇതിന് രണ്ടിനും പറ്റിയില്ലെങ്കിൽ നിൻ്റെ വീഡിയോ ഞാനങ്ങ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. അവൻ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിന്റെ ചേട്ടൻ കാരണം ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഏട്ടനും കൂട്ടുകാരും ഇപ്പോൾ ജയിലിലാണ്. നിന്റെ ചേട്ടനും ചേട്ടത്തിയും സിനിമാ സ്റ്റൈലിൽ ഹീറോയിസം കാണിച്ചതാ. എൻ്റെ ഏട്ടൻ്റെ പേരിൽ കൊലക്കുറ്റവും മയക്കുമരുന്ന് കടത്തും. ജാമ്യം പോലും കിട്ടിയിട്ടില്ല. നിന്റെ ഏട്ടൻ്റെ പള്ള നോക്കി കുത്തിയതായിരുന്നു എൻ്റെ ചേട്ടൻ. പക്ഷെ ഒരു നിമിഷത്തെ കൈപ്പിഴ, കുത്തുകൊണ്ടത് ഏട്ടൻ്റെ സുഹൃത്തിനും. കോടികളുടെ നഷ്ടം വരുത്തിവെച്ച ജോലിക്കാരെ ബോസും കൈയൊഴിഞ്ഞു. ഇന്ന് ബീച്ചിൽ വെച്ച് നടന്ന സംഭവങ്ങൾ അവൻ അച്ചുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. അതിന് പണം വേണം. ആ പണം ഡോക്ടർ അഭിമന്യുവിൽ നിന്നും വാങ്ങിക്കണമെന്നത് എൻ്റെ വാശിയായിരുന്നു. അപ്പോഴാണ് ഹീര എൻ്റെ തൊട്ടരികിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. നിന്നെ കൊടുക്കാൻ ഈ ഒരു വഴി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവൻ പറഞ്ഞു നിർത്തി. മതി, നിർത്ത്. ഞാൻ എങ്ങനെയും നിങ്ങൾക്ക് പണം തരാം. മറ്റന്നാൾ വൈകുന്നേരം മുഴുവൻ പണവുമായി ഞാൻ ഇവിടെ വരും. അതിനു മുൻപ് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ്. നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ചു അച്ചു അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് അവൻ ക്രൂരമായ ചിരിയോടെ നോക്കി നിന്നു. അവിടെ പാർക്ക് ചെയ്ത മറ്റൊരു കാറിനകത്ത് നിന്നും ഈ ദൃശ്യങ്ങളൊക്കെയും കണ്ടുകൊണ്ട് ദേവവും ആരവും വിഷ്ണുവും ഉണ്ടായിരുന്നത് അച്ചു അറിഞ്ഞിരുന്നില്ല. അവർ സംസാരിച്ചത് എന്താണെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിലും അച്ചു അവന് പണം കൊടുക്കുന്നതും അവൾ കൈകൾ കൂപ്പി കേണപേക്ഷിക്കുന്നതും കണ്ടതോടെ കാര്യങ്ങളുടെ ഏകദേശ കിടപ്പ് വശം 3 പേർക്ക് മനസ്സിലായി. അന്ന് വീട്ടിൽ ചെന്ന് ദേവു അച്ചുവിനോട് ഇക്കാര്യം വളരെ രഹസ്യമായി ചോദിച്ചതും ആദ്യം അച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇത് മറ്റാരും അറിയില്ലെന്നും തൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും ഉണ്ടാവുമെന്നും ദേവു ഉറപ്പ് നൽകിയതോടെ അച്ചു കാര്യങ്ങളൊക്കെയും ദേവുവിനോട് തുറന്നു പറഞ്ഞു. അവൻ്റെ ഭീഷണിയും അതിനു പിന്നിലെ ഉദ്ദേശവും കേട്ടതും ദേവുവിന് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. ഒപ്പം അറപ്പും വെറുപ്പും തോന്നിപ്പോയി. ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് പണം തട്ടാൻ നടക്കുന്നു. അവനെപ്പോലുള്ളവർ ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നതിലും ഭേദം ചാവുന്നത് തന്നെയാണ്. ചാവണോ അവൻ? ദേവ് മനസ്സിൽ കരുതി. നിന്റെ വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്നത് ഉറപ്പാണോ? ഇനിയിപ്പോൾ പണം തട്ടാൻ വേണ്ടിയുള്ള നാടകമാണോ? ദേവ് ചോദിച്ചു. ഉള്ളതാ, അച്ചു പറഞ്ഞു. നീ കണ്ടായിരുന്നോ? ദേവ് ചോദിച്ചു. ഇല്ല, എൻ്റെ കൂട്ടുകാരി ജുവലിൻ്റെ വീഡിയോയും അവൻ്റെ കയ്യിലുണ്ട്. എനിക്കത് കാണാനുള്ള ശേഷി ഇല്ലായിരുന്നു. ആർട്സ് ഡേയുടെ അന്നാണ് സംഭവം. ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് റെഡിയാകുമ്പോൾ വൈകരുതല്ലോ എന്ന് വെച്ച് എൻ്റെ കൂട്ടുകാരി ജുവലാണ് എന്നെയും വിളിച്ച് ടീച്ചേഴ്സിൻ്റെ റെസ്റ്റ് റൂമിലേക്ക് ചെന്നത്. അവിടെ അവൻ ക്യാമറ വെച്ചത് എനിക്കറിയില്ലായിരുന്നു. അച്ചു പറഞ്ഞത് കേട്ടതും ദേവുവിന് എവിടെയോ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ലേഡി ലെക്ചേഴ്സിൻ്റെ ഗസ്റ്റ് റൂമിൽ അവരൊരിക്കലും കയറാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെ അവൻ ക്യാമറ വെക്കും? അപ്പോൾ ഇത് മറ്റാരുടെയോ പണിയാണ്. ടീച്ചേഴ്സ് ഒരിക്കലും ഈ ചെറ്റത്തരം ചെയ്യില്ല. ജുവൽ നിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയെന്നല്ലേ നീ പറഞ്ഞത്? ഇനിയിപ്പോൾ അവളെങ്ങാനും ആണോ? ദേവ് തൻ്റെ സംശയം വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ അവളുടെ വീഡിയോ അവൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടും? അച്ചു പറഞ്ഞു. അച്ചു, അവിടെയാണ് നീ ചിന്തിക്കേണ്ടത്. ഇനിയിപ്പോൾ നിന്നെ കൊടുക്കാൻ വേണ്ടി അവർ 2 പേരും ഒരുമിച്ചു പ്ലാൻ ചെയ്തതാണെങ്കിലോ? ചേച്ചി, അവള് അങ്ങനെ ചെയ്യോ? ദേവ് പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അച്ചു പറഞ്ഞു. ചെയ്യും. ഇക്കാലത്ത് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾ നിന്റെ ഒരു ജസ്റ്റ് ഫ്രണ്ട്, അത്രല്ലുള്ളൂ. എങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അച്ചു, അന്ന് നീയാണോ അവളാണോ ഡ്രസ്സ് മാറാൻ ആദ്യം മുറി കയറിയത്? ദേവ് ചോദിച്ചു. എന്നിട്ട് അവൾ കയറി. അന്ന് ആദ്യം അവൾ കയറാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ. ഞാൻ വിട്ടില്ലായിരുന്നു, അച്ചു പറഞ്ഞു. അവൻ കാണിച്ച അവളുടെ ആ വീഡിയോ നിനക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ശരിക്കും അത് ആ മുറിയിൽ വെച്ച് എടുത്ത വീഡിയോ ആണോ? ദേവിൽ എന്തൊക്കെയോ സംശയം നിറഞ്ഞു. ചേച്ചി, അത് എനിക്ക് അത്രയ്ക്ക്, നീ ഒന്ന് ഓർത്തു നോക്കിക്കച്ചു. ദേവ് പറഞ്ഞത് പ്രകാരം അച്ചു ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അച്ചു ദേവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ചേച്ചി, ആ വീഡിയോയിലെ ചുവരിൽ ഗരുഡൻ്റെ സ്റ്റിക്കർ അത് കോളേജിലെ വാളിൽ ഇല്ലായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്, അച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ ഉറപ്പാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. ഇതിൽ മോശമല്ലാത്തൊരു റോൾ നിന്റെ ഫ്രണ്ട് ജുവലിനുണ്ട്.
ചിലപ്പോൾ ഇവർ രണ്ടുപേരും റിലേഷനിലായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ സെറ്റപ്പ് നല്ല കനത്തിൽ കാശ് തരാന്ന് പറഞ്ഞു കാണും. അതാണല്ലോ അവൾ ഈ വൃത്തികേടിന് കൂട്ടുനിന്നേ. അവൻ്റെ കയ്യിലെ ഈ പറയുന്നതിൻ്റെ വീഡിയോ ഇല്ല, ഒരു തേങ്ങയുമില്ല. ഉണ്ടേ നിന്റെ പേടി കൂട്ടാൻ വേണ്ടി അവരത് നിനക്ക് എപ്പോഴേ സെൻഡ് ചെയ്ത് തന്നേനെ. അപ്പോഴല്ലേ അവരുടെ ഉദ്ദേശം പെട്ടെന്ന് നടക്കുള്ളൂ. നീ അവന് പണം കൊടുത്തില്ലല്ലോ? ഇല്ല ചേച്ചി, മറ്റന്നാൾ ഒരുമിച്ച് കൊടുക്കാനാ പറഞ്ഞേ. ശരിയാ, മറ്റന്നാൾ അവന് വരട്ടെ, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാം. അച്ചു, നമുക്കിതേ നിന്റെ അഭിയേട്ടനോട് പറഞ്ഞാലോ? അതാവുമ്പോൾ നമുക്ക് ടെൻഷനും കുറയും, ആളവനെ വേണ്ടതും ചെയ്തോളും, ദേവ് പറഞ്ഞു. അയ്യോ വേണ്ട ചേച്ചി, അഭിയേട്ടൻ ഞാൻ ഇതറിഞ്ഞാൽ പിന്നെ ഞാൻ ചത്തുകളയും. ഇനി എങ്ങാനും അവൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെങ്കിലോ? വേണ്ട, അഭിയേട്ടൻ്റെ ചങ്ക് തകർന്നു പോകും. പിന്നെ അവൻ്റെ ജീവൻ എടുത്തിട്ടേ അഭിയേട്ടൻ അടങ്ങിയിരിക്കുള്ളൂ. വേണ്ട ചേച്ചി, ആ മനുഷ്യൻ പെങ്ങന്മാർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതാ. ഇനി ഒന്നിനും വേണ്ടിയും എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ചേച്ചി പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. അച്ചു നിറഞ്ഞ കണ്ണാലെ പറഞ്ഞതും ദേവു അവളെ ചേർത്ത് പിടിച്ചു. 2 ദിവസത്തിന് ശേഷം ദേവുവിൻ്റെയും ആരവിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്ലാൻ പ്രകാരമാണ് അച്ചു ഹരീഷ് എന്ന അയാളെ വിളിക്കുന്നത്. പണം റെഡിയാണെന്നും താൻ പാർക്കിൽ വെയിറ്റ് ചെയ്യുവാണെന്നും പറഞ്ഞുകൊണ്ട് അച്ചു അവനെ വിളിച്ചപ്പോൾ ഉടനെ വരാമെന്നും പറഞ്ഞ് അവന് കോൾ അവസാനിപ്പിച്ചു. അരമണിക്കൂറിന് ശേഷം അവൻ്റെ കോൾ അച്ചുവിനെ തേടിയെത്തി. അതോടൊപ്പം ആ നിമിഷം അവൾക്ക് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ഇവിടെ സേഫ് അല്ലെന്നും നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്നും താനൊരു കാർ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും അതിൽ കയറണമെന്നും പറഞ്ഞപ്പോൾ അച്ചു നിഷേധിച്ചു. പിന്നീട് അവൻ്റെ സ്വരത്തിൽ ഭീഷണി കലർന്നിരുന്നുവെന്ന് മനസ്സിലായതും അച്ചു വരാന് സമ്മതിച്ചു. ഇരുവരുടെ സംസാരം ദേവുവും ആരവും വിഷ്ണുവും തൊട്ടരികിലെ കാറിൽ കണക്ട് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് വഴി കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ പിന്നാലെ ഉണ്ടെന്നും ധൈര്യമായിട്ട് കാറിൽ കയറാനും ആരവ് അച്ചുവിനോട് മെസ്സേജ് വഴി പറഞ്ഞു. എങ്കിലും അവൾ ഒറ്റയ്ക്ക് വിടാൻ ദേവുവിന് പറ്റില്ലായിരുന്നു. അന്നേരമാണ് അവന്മാരുടെ കാറിന്റെ ഡിക്കി ഓപ്പണായി കിടക്കുന്നത് ദേവുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മറുത്തൊന്നും ചിന്തിക്കാതെ ദേവു അയാൾ കാണാതെ ഡിക്കിയിൽ കയറിയിരുന്നു. അച്ചു തന്റെ കയ്യിലെ പെട്ടി മുറുക്കി പിടിച്ചു കാറിന്റെ പിന്നിൽ വന്നിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങി. ഡ്രൈവർ ഇടയ്ക്കിടെ അവളെയും കയ്യിലെ പെട്ടിയെയും വല്ലാത്ത ഭാവത്തിൽ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ആരവും വിഷ്ണുവും സംശയവും തോന്നാത്ത വിധത്തിൽ അവർക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. സമയം പോയിക്കൊണ്ടിരുന്നു. വിജനമായ വഴികൾ താണ്ടി പരിചയമില്ലാത്ത റോഡിലൂടെ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അച്ചുവിന്റെ ഉള്ളിൽ ഭയം വന്നു മൂടി. പിന്നിലുണ്ടെന്ന് പറഞ്ഞ ആരവിന്റെ വണ്ടി ഏറെ നേരമായിട്ടും കാണാനുമില്ല. അച്ചുവിനെയും കൊണ്ട് ഒരു കുന്നിൻ ചെരുവിൽ വണ്ടി ചെന്ന് നിന്നതും അച്ചു ചുറ്റും നോക്കി. ഇറങ്ങ്, വണ്ടി ഓടിച്ചിരുന്ന അയാൾ ഭീഷണി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഹരീഷിന്റെ ഉദ്ദേശം പണം മാത്രമല്ല മറ്റെന്തൊക്കെയോ ആണെന്ന് മനസ്സിലാക്കി അച്ചു താൻ ഇറങ്ങില്ലെന്നും തിരിച്ചു പോകണമെന്നും പറഞ്ഞപ്പോഴാണ് പുറകിലെ ഡോർ പുറത്തുനിന്നും തുറന്നുകൊണ്ട് ഹരീഷ് വഷളം നോട്ടത്തോടെ അവൾക്ക് നേരെ തിരിയുന്നത്. ആ പെട്ടി ഇങ്ങ് തന്നേക്ക്, ഹരീഷ് പറഞ്ഞു. എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെ കാണട്ടെ. തൻ്റെ കയ്യിലെ എല്ലാ സിസ്റ്റത്തിൽ നിന്നും ഈ നിമിഷം എൻ്റെ മുന്നിൽ വെച്ച് അത് ഡിലീറ്റ് ചെയ്താലേ ഈ പണം ഞാൻ തരുള്ളൂ. അച്ചു ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടി മുറുക്കി പിടിച്ചു. മോള് ചുമ്മാ ബലം പിടിക്കല്ലേ, നിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അല്ലേ? അതിന് അങ്ങനൊരു വീഡിയോ ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എന്നെ അതിന് സഹായിച്ചത് നിന്റെ കൂട്ടുകാരി ജുവലും. ഞാൻ നിനക്ക് കാണിച്ച അവളുടെ ആ വീഡിയോ അവൾ എനിക്ക് മുന്നിൽ അതുപോലെ നിന്ന് തന്നപ്പോൾ എടുത്തതാ. നിന്നെ പണവുമായി ഇവിടെ എത്തിക്കുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പണത്തോടൊപ്പം നിന്റെ ശരീരവും സ്വന്തമാക്കണമെന്നതേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത്രയും പറഞ്ഞ ഹരീഷ് അച്ചുവിൻ്റെ കൈ പിടിച്ചു വലിച്ചു കാറിൽ നിന്നും പുറത്തിറക്കി. അവളുടെ കയ്യിലെ പെട്ടി മറ്റവൻ്റെ കയ്യിൽ കൊടുത്ത് ഹരീഷ് അച്ചുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി. ഇന്ന് രാത്രി മുഴുവൻ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കും, ഹരീഷ് വഷളം ചിരിയോട് പറഞ്ഞു. ഡാ ഹരീഷേ, ഈ പെണ്ണ് നമ്മളെ പറ്റിച്ചതാ. ഈ പെട്ടിയിൽ മുഴുവനെ വെറും കടലാസുകളാണ്. മറ്റവൻ ഹരീഷിനെ നോക്കി പറഞ്ഞതും ഹരീഷ് അച്ചുവിൽ നിന്നുള്ള പിടിവിട്ടു. പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിൽ നിരത്തി വെച്ച നോട്ടുകെട്ടിൽ മുകളിലത്തെ 500 രൂപയ്ക്കടിയിൽ വെള്ളക്കടലാസുകൾ കെട്ടുകെട്ടായി ഒതുക്കി വെച്ചിരിക്കുന്നു. ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഹരീഷ് ഓരോ കെട്ടും വലിച്ചെറിഞ്ഞു. ശേഷം അച്ചുവിന്റെ മുടിക്കുത്തിന് പിടിച്ച് അവളുടെ മുഖം തൊട്ടരികിലെ പാറക്കല്ലിലേക്ക് ആഞ്ഞടിക്കാൻ നേരാണ് ഹരീഷിന്റെ കാലിലേക്ക് ബുള്ളറ്റ് തുളച്ചു കയറുന്നത്. വേദന കൊണ്ട് പുളഞ്ഞ അവൻ അച്ചുവിൽ നിന്നുള്ള പിടിവിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തോക്കും ചൂണ്ടി നിൽക്കുന്ന ദേവു. തന്റെ വീട്ടിൽ നിന്നും പപ്പയുടെ ഗണ്ണു എടുത്തായിരുന്നു ദേവു വന്നത്. ഹരീഷിന്റെ കൂട്ടുകാരൻ ദേവുവിന്റെ പിന്നിലൂടെ വന്നു അവൾ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അവളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവന് നേരെ തോക്ക് ചൂണ്ടി ഹരീഷിന്റെ അരികിൽ കൊണ്ടു നിർത്തി. ദേവു 2 പേരെയും തോക്കിന് മുൾമുനയിൽ നിർത്തിയ നിമിഷം അച്ചു ദേവിന്റെ അരികിലേക്ക് ഓടാൻ നോക്കി. ആ നിമിഷമാണ് ഹരീഷ് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നത്.
അച്ചുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി ഹരീഷ് അവളെയും കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പിന്നിലോട്ട് ചുവടുകൾ വെച്ചതും അവൻ്റെ പ്രവൃത്തി കണ്ട് ദേവു ഒരു നിമിഷം പതറി. ഡോ, താനെന്തായി കാണിക്കുന്നത്? അവളെ വിടാൻ, ഇല്ലെങ്കിലേ ഞാൻ നിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്യും, ദേവു പറഞ്ഞു. നീ എന്നെ കൊന്നോളൂ, പക്ഷേ കൂടെ ഞാൻ ഇവളെയും കൊണ്ടുപോകും. എന്നെ തോൽപ്പിച്ചിട്ടേ നിങ്ങളങ്ങനെ ചെയ്യിക്കണ്ട. ഹരീഷ് പിന്നെയും പുറകിലോട്ട് നടന്നു നീങ്ങി. ഡോ, അങ്ങോട്ട് പോവരുത്, അത് കൊക്കയാണ്, താഴെ വീണ പൊടി പോലും ബാക്കി കാണില്ല, ദേവ് പറഞ്ഞു. അച്ചു ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഭയത്താൽ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കണ്ണുനീർ പൊഴിച്ചു. അവർ പിന്നിലോട്ട് പോകുന്തോറും ദേവ് മുന്നിലോട്ട് നീങ്ങി. അച്ചു ദേവുവിനെ നോക്കി കരയുന്നുണ്ട്. ഒടുവിൽ കൊക്കയുടെ അരികിലേക്ക് എത്തിയതും ഹരീഷിന്റെ നിർദ്ദേശപ്രകാരം ദേവ് ഗൺ താഴെ വെച്ച് അവന് മുന്നിൽ കീഴടങ്ങി. ഇനിയും പുറകിലോട്ട് പോയ ഹരീഷിന്റെ കൂടെ അച്ചുവും താഴെ വീഴും. ദേവുവിന്റെ പിറകിൽ നിൽക്കുന്ന മറ്റവനെ നോക്കി ഹരീഷ് കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. അതേ നിമിഷം ദേവു അച്ചുവിനെ നോക്കി തലയണക്കിയതും അച്ചു ഹരീഷിന്റെ അടി നാഭി കെട്ടി ചവിട്ടി. വേദന കൊണ്ട് ഹരീഷ് അച്ചുവിൽ നിന്നുള്ള പിടിവിട്ട് പിന്നിലോട്ട് വേച്ചു പോയിരുന്നു. ഹരീഷ് നിന്നിടത്തെ കല്ലിളകി അവൻ ഉരുണ്ടുരുണ്ട് കൊക്കയിലേക്ക് വീണതും ദേവ് അച്ചുവിൻ്റെ കൈ പിടിച്ച് മുന്നിലോട്ട് വലിച്ചിട്ടു. ഒരലർച്ചയോടെ ഹരീഷ് ആഴങ്ങളിലേക്ക് താഴ്ന്നത് കണ്ട് അവൻ്റെ കൂട്ടുകാരൻ ദേഷ്യത്താൽ ദേവുവിനെ പിടിച്ചു തള്ളി. തീരെ പ്രതീക്ഷിക്കാതെ അവൻ്റെ ആ പ്രവൃത്തിയിൽ അന്നേരം ദേവു ബാലൻസ് കിട്ടാതെ പിന്നിലോട്ട് വേച്ചു പോയിരുന്നു. താഴേക്ക് വീഴാൻ പോയ ദേവു കരിങ്കല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ഒരു മരക്കഷ്ണത്തിൽ പിടുത്തമിട്ടു. ദേവുവിൻ്റെ വീഴ്ച കണ്ട് അച്ഛൻ നിലവിളിച്ചു പോയിരുന്നു. ഒരു കമ്പിൽ പിടിച്ചു തൂങ്ങി മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ദേവുവിന് നേരെ അച്ചു അവിടെ കമഴ്ന്ന് കിടന്നുകൊണ്ട് തൻ്റെ കൈ നീട്ടി. അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ദേവു ഒരുവിധം മുകളിലോട്ട് കയറാൻ നേരാണ് മറ്റവൻ തൻ്റെ ഷൂസിട്ട കാലുകൊണ്ട് അച്ചുവിൻ്റെ ഇടത് കൈ ചവിട്ടി ഞരിക്കുന്നത്. അവൻ്റെ ചവിട്ടേറ്റ് വേദന കൊണ്ട് പുളയുന്ന ആ വേളയിൽ അച്ചുവിൻ്റെ പിടിയിൽ നിന്നും ദേവുവിൻ്റെ കൈകൾ ഊർന്നു പോവാനൊരുങ്ങവേ അവൾ ഒന്നുകൂടെ താഴേക്ക് വീഴാൻ പോയിട്ടും അച്ചു പിടിവിട്ടില്ല. അച്ചു, വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്, എനിക്ക് പറ്റുന്നില്ല, ദേവ് അച്ചുവിനെ നോക്കിക്കൊണ്ട് വേദനയോടെ പറഞ്ഞു. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് പ്ലീസ് ചേച്ചി. ഇല്ല മോളെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ആകെ തളർന്നു പോകുന്നത് പോലെ. നിൻ്റെ ഏട്ടൻ എന്നെ അന്വേഷിക്കുമായിരിക്കും, നീ ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. എന്നെങ്കിലും നീ അദ്ദേഹത്തോട് പറയണം, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്, എവിടെ കാത്തിരിക്കുമെന്നും. അത്രയും പറഞ്ഞപ്പോഴേക്കും അച്ചുവിൻ്റെ കയ്യിൽ നിന്നും ദേവിൻ്റെ പിടി പിന്നെയും ഊർന്നു പോവാനൊരുങ്ങി. അച്ചുവിൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ ചേച്ചി എങ്ങോട്ടും വിടില്ല, ചേച്ചി ഇല്ലാതെ ഞങ്ങൾക്കോ അഭേട്ടനോ പറ്റില്ലെന്ന് അറിയാലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ക്രൂരമായ ചിരിയോടെ അയാൾ അച്ചുവിൻ്റെ കയ്യിൽ ഒന്നുകൂടെ ആഞ്ഞു ചവിട്ടാനൊരുങ്ങിയതും കാറ്റിനേക്കാളും വേഗത്തിൽ അയാൾ താഴേക്ക് പതിച്ചിരുന്നു. ആ ഒരു നിമിഷം അച്ചു തലചരിച്ച് നോക്കിയതും ആരവും വിഷ്ണുവും അവളുടെ തൊട്ടരികിലുണ്ട്. അടുത്ത നിമിഷം ആരവും വിഷ്ണുവും ഒരുമിച്ച് പരിശ്രമിച്ചു ദേവുവിനെ മുകളിലേക്ക് വലിച്ചു കയറ്റിയ വേളയിൽ ദേവു ആരവിനെയും വിഷ്ണുവിനെയും ഇറുകെ പുണർന്ന് കരഞ്ഞു പോയിരുന്നു. യഥാർത്ഥ സൗഹൃദത്തിന്റെ വിലയറിയാതെ ആരവും ദേവും പുണർന്നു നിൽക്കുന്ന ദൃശ്യം പാറയുടെ മറവിൽ നിന്നും ആരോ പകർത്തുന്നത് അവർ അറിഞ്ഞതേയില്ല. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെയും ദേവു അവരോട് തുറന്നു പറയുകയായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ ഞാൻ ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടിയനെ, നിറക്കണ്ണുകളോട് അച്ചു പറഞ്ഞതും ദേവു അവളെയും ചേർത്ത് പിടിച്ചു ആ കുന്നിമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി നടന്നു. വണ്ടിക്കരികിലേക്ക് എത്തിയതും ആരവും ദേവും തങ്ങളുടെ ഫോണിന് റേഞ്ച് പിടിക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് മാറി നിന്നു. തിരികെ അവർ കാറിനരികിലേക്ക് എത്തിയതും അച്ചുവിൻ്റെ പരിക്ക് പറ്റിയ കൈയിലേക്ക് വളരെ സൂക്ഷിച്ച് മരുന്ന് വെക്കുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത്. വിഷ്ണുവിലേക്ക് ഇടയ്ക്കിടെ പാറി വീഴുന്ന അച്ചുവിൻ്റെ നോട്ടം ദേവുവും ആരവും ശ്രദ്ധിച്ചു. ആരവ് വിഷ്ണുവിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും ഞാനൊരു ഡോക്ടറുടെ കടമ നിർവഹിച്ചു, അത്രയുള്ളൂ, വിഷ്ണു ആരവ് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. വേറെയും 2 ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അതിനിടയിൽ നീ ഗോളടിക്കാൻ നോക്കണ്ട, ആരവ് വിഷ്ണുവിന് മറുപടി കൊടുത്തു. ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി രോഗിക്ക് പെട്ടെന്ന് ചികിത്സ നൽകുക എന്നതാണ്, അല്ലാതെ റേഞ്ച് പിടിക്കുക എന്നതല്ല. ആരവിനെ നോക്കി വിഷ്ണു പിറുപിറുത്തു വണ്ടിയിൽ കയറി. പിന്നാലെ ബാക്കിയുള്ളവരും. ദേവും അച്ചുവും തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി 8 മണിയോട് അടുത്തിരുന്നു. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? അച്ചുവിനെയും ദേവുനെയും നോക്കിക്കൊണ്ട് അഭി ചോദിച്ചു. അന്ന് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു ഇരുവരും രക്ഷപ്പെട്ടുവെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. എക്സാം റിസൾട്ട് വന്നു. അനുവിനേക്കാൾ മാർക്ക് കൂടുതൽ ദേവുവിന് തന്നെയായിരുന്നു. അന്നത്തെ ബെറ്റ് അഭി കണക്കിലെടുത്തില്ലായിരുന്നുവെങ്കിലും രാഹുൽ അത് മറന്നില്ലായിരുന്നു. ദേവുവിന് അഭിക്കും രാഹുലിന്റെ വക കിടിലൻ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കി രാഹുൽ ദേവുവിനെ അഭിനന്ദിച്ചു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നെയും കൊഴിഞ്ഞു വീണു. എല്ലാവരും ഒരുമിച്ച് ഇന്ദിരാസ് ഹോസ്പിറ്റലിലാണ് ഹൗസ് സർജൻസി ചെയ്യുന്നത്. ആമയ്ക്ക് 8ാം മാസം ആയപ്പോഴാണ് അനു വിശേഷം അറിയിക്കുന്നത്. അതോടെ കുഞ്ഞു വേണമെന്നുള്ള ദേവുവിൻ്റെ ആഗ്രഹം ഒന്നുകൂടി ശക്തി ആർജിച്ചു. അബിയോട് പറഞ്ഞ ആട്ടി ഓടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആഗ്രഹം ഉള്ളിലൊതുക്കി.
എന്ന ആമിയുടെ കുഞ്ഞിന്റെ വരവോടെ അവൾ അബിയോട് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. വഴക്ക് പ്രതീക്ഷിച്ചു നിന്നിരുന്ന ദേവുവിന്റെ കവളിൽ അവന്റെ അതരങ്ങൾ പതിഞ്ഞപ്പോഴാണ് അവനും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നത്. 1.5 വർഷം നീണ്ടുനിന്ന റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ അടുത്ത മാസം നടക്കും. സെമി ഫൈനൽ മത്സരം കഴിഞ്ഞു 6 ഫൈനലിസ്റ്റുകളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിൽ തിരികെ വരികയായിരുന്നു അപ്പുവും ദേവുവും. അപ്പുവിന്റെ ആഗ്രഹപ്രകാരം അപ്പുവായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പോഴാണ് എതിരെ വന്ന ടിപ്പറുമായി ഇരുവരുടെയും വണ്ടി കൂട്ടിയിടിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ ദേവുവിന്റെയും അപ്പുവിന്റെയും ബോധം മറഞ്ഞിരുന്നു. ഇരുവരെയും ഇടിച്ച വണ്ടി നിർത്താതെ പോയതിന് പിന്നാലെ അതിന്റെ ഡ്രൈവർ ആർക്കോ കോൾ ചെയ്ത് ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞതും മറുതലക്കിൽ നിന്നും സ്ത്രീ ശബ്ദത്തിൽ നിന്നുള്ള പൊട്ടിച്ചിരി ഉയർന്നു. നിസ്സാര പരിക്കുകളോടെ ദേവു രക്ഷപ്പെട്ടപ്പോൾ അപ്പു മരണത്തോട് മല്ലിടുകയായിരുന്നു. തലക്കേറ്റ സാരമായ പരിക്കിൽ അപ്പുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അപ്പു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നതിന് വെറും 1% മാത്രമേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചു വന്നാലും കോമയിലേക്ക് പോയേക്കാം എന്നുള്ള ഡോക്ടേഴ്സിന്റെ മുൻവിധി കേട്ട് അബി ആകെ തകർന്നു പോയിരുന്നു. ഡോക്ടേഴ്സിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. അപ്പു കോമ സ്റ്റേജിലേക്ക് പോയിരുന്നു. ദേവ് കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികിൽ അവളുടെ പപ്പയും ദക്ഷും ഉണ്ടായിരുന്നു. അബിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ അലഞ്ഞു നടന്നു. പെട്ടെന്ന് അപ്പുവിന്റെ കാര്യം ഓർമ്മ വന്നതും ആരോടും ഒന്നും മിണ്ടാതെ അപ്പുവിനെ അന്വേഷിച്ചു ദേവ് അവിടെ നിന്ന് ഇറങ്ങിയോടി. പിന്നാലെ ദക്ഷും ചെന്നു. ദേവു നേരെ ചെന്ന് പെട്ടത് അബിയുടെ മുന്നിലും. മനുവേട്ട, അപ്പു എവിടെ? എനിക്ക് അവളെ കാണണം. അബിയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ദേവു ചോദിച്ചു. ആ നിമിഷം അബി തന്നിൽ നിന്നുള്ള അവളുടെ പിടുത്തം അയച്ചതും ദേവു അവനൊന്ന് നോക്കി. മനുവേട്ട, ഇടറിയ സ്വരത്തോടെ അവൾ വിളിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് മതിയായില്ലേ? ഇനി എന്താ നിനക്ക് വേണ്ടത്? ഒരിറ്റു ജീവൻ ബാക്കിയുണ്ട്, അതുകൂടി എടുക്കണോ? എങ്കിൽ ആദ്യം നീ എന്നെ കൊല്ല്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് സംഗീതത്തോട് വെറുപ്പാണെന്ന്. ഞങ്ങളുടെ അമ്മയുടെ വിധി എന്തായിരുന്നു അതേ വിധി നീ അവൾക്കും വാങ്ങിച്ചു കൊടുത്തില്ലേ? അബി ദേഷ്യത്തോടെ പറഞ്ഞു. മനുവേട്ട, എനിക്ക് അവളെ കാണണം. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. വേണ്ട, നീ അവളെ കാണണ്ട. അവളിപ്പോൾ കോമയില. ജീവിതത്തിനും മരണത്തിനിടയിൽ ഏത് നിമിഷവും മരണം അവളെ തേടിയെത്തും. പൊയ്ക്കോ, എൻ്റെ കൺമുന്നിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എനിക്ക് നിന്നെ കാണണ്ട. അബിയുടെ നാവിൽ നിന്നും ഉതിർന്ന വാക്കുകൾ കേട്ടതും ദേവു ആകെ തകർന്നു പോയിരുന്നു. താൻ ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പ്രാണന്റെ പകുതിയായവനിൽ നിന്നും കേൾക്കേണ്ടി വന്ന വാക്കുകൾ അവളുടെ മനസ്സിനെ ആകെ ഒലിച്ചു കളഞ്ഞു. മുറിവേറ്റ ഹൃദയവുമായി അവൾ പിന്നിലോട്ട് ഓരോ ചുവടുകൾ വെച്ച് വായും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയോടി. എല്ലാം കണ്ടുകൊണ്ട് ദക്ഷ് അവളുടെ തൊട്ടരികിലുണ്ടായിരുന്നു. അബിയെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് ദക്ഷ് അവളുടെ പിന്നാലെ ചെന്നു. അപർണ, പിന്നീട് എന്താണ് സംഭവിച്ചത്? സൂപ്പർ സിംഗർ വേദിയിലെ ആങ്കർ സോനയുടെ ചോദ്യമാണ് അപ്പുവിനെ പഴയ ഓർമ്മയിൽ നിന്നുണർത്തിയത്. ആങ്കർ സോനയെ പോലെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ വേദിയിലെ മുഴുവൻ പേരും ആകാംക്ഷയോടെ കാതോർത്തു. അപ്പു തുടർന്നു. പിന്നീട് 6 മാസത്തിന് ശേഷം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് 1 വർഷം കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നടന്നു. പിന്നീട് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലയിലെ വിജയിയായി. ഞാൻ ഇവിടെ വരെ എത്തിയെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ ഏട്ടനാണ്. എല്ലാത്തിനും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം. ദേവു ചേച്ചിയുടെ ആഗ്രഹം പോലെ എന്നെ ഒരു സ്റ്റാർ ആക്കണം. എൻ്റെ ശബ്ദത്തെ ജനങ്ങൾ സ്നേഹിക്കണം. പാതി വഴിയിൽ നിന്ന് പോയ എൻ്റെ സ്വപ്നം, അല്ല ദേവു ചേച്ചിയുടെ സ്വപ്നം സഫലമാവണം. അത്രയും പറഞ്ഞ് അപ്പ് നിർത്തി. ആഹാ, ഇപ്പോൾ തൻ്റെ ചേച്ചി കൂടെ വന്നിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് തൻ്റെ ചേച്ചിയെയും ചേട്ടനെയും ഒരുമിച്ച് വേദിയിലേക്ക് വിളിച്ചാലോ? ആങ്കർ പറഞ്ഞത് പ്രകാരം അബി വേദിയിലേക്ക് വന്നു. അപർണ, തൻ്റെ ചേച്ചി വന്നില്ലേ? ദേവുവിനെ കാണാത്തതുകൊണ്ട് ആങ്കർ ചോദിച്ചു. അപ്പു നേരിയ ശബ്ദത്തിൽ പറഞ്ഞു. അതെന്താ ചേച്ചി വരാഞ്ഞത്? ഇനിയിപ്പോൾ താൻ കപ്പ് വാങ്ങിക്കുന്ന ആ നിമിഷം അത് ചേച്ചിക്ക് മിസ് ചെയ്യുമല്ലോ. അന്ന് പോയതിന് ശേഷം ചേച്ചിയെ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. എൻ്റെ ഏട്ടൻ പറഞ്ഞ ആ വാക്കുകൾ ചേച്ചി അത്രമേൽ നൊമ്പരപ്പെടുത്തിയിരിക്കാം. അതാ ചേച്ചി എല്ലാം ഉപേക്ഷിച്ചു പോയത്. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് എല്ലാം അറിയുന്നത്. അന്ന് ചേച്ചിയോട് വാശി പിടിച്ച് വണ്ടി ഓടിച്ചത് ഞാനായിരുന്നെന്നും ആരോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്നും ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോഴാണ് ഏട്ടന് ഇതിന് പിന്നിലെ സത്യങ്ങളൊക്കെയും മനസ്സിലാവുന്നത്. പിന്നീട് എൻ്റെ ഏട്ടന് കുറ്റബോധത്തിൻ്റെ നാളുകളായിരുന്നു. എൻ്റെ ഏട്ടൻ എന്നെ ഈ ഷോയിൽ പങ്കെടുപ്പിച്ചത് പോലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നും ചേച്ചി ഇത് കാണുകയാണെങ്കിൽ സന്തോഷിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. അത്രയും പറഞ്ഞു അപ്പു നിർത്തി. അപ്പു പറഞ്ഞതുപോലെ തൻ്റെ ചേച്ചി ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നും ഇത് കാണുന്നുണ്ടെങ്കിലേ അപ്പുവിന് എന്താണ് പറയാനുള്ളത്? ആങ്കറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ദേവു ചേച്ചി, ഞാൻ അപ്പുവാ. ഞാൻ കപ്പ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ? ഈ കപ്പ് ചേച്ചിക്കുള്ളതാ.
ചേച്ചി എനിക്ക് തന്ന ആ ധൈര്യമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഒരു പക്ഷേ എൻ്റെ ഏട്ടന് ദേവു ചേച്ചിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ആ ഒരു നിമിഷം തള്ളി പറഞ്ഞത്. പക്ഷേ എനിക്കും മറ്റു ചേച്ചിക്കും അറിയാം ദേവു ചേച്ചി ഞങ്ങളുടെ ആരായിരുന്നു എന്ന്, ഞങ്ങളോട് കാണിച്ച സ്നേഹം എത്രത്തോളം സത്യമായിരുന്നു എന്ന്. ചേച്ചി ഒരേ ഒരു തവണ എൻ്റെ ഏട്ടനോട് ക്ഷമിച്ചൂടെ? ചേച്ചിക്ക് വേണ്ടി, ചേച്ചിയുടെ വരവിന് വേണ്ടി അഭിയേട്ടൻ കാത്തിരിക്കുക. ഒപ്പം എല്ലാവരും ചേച്ചിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പ്ലീസ് ചേച്ചി ഒന്ന് തിരിച്ചു വന്നൂടെ? അത് പറയുമ്പോഴേക്കും അപ്പു കരഞ്ഞു പോയിരുന്നു. അതിനിടയിൽ ക്യാമറ കണ്ണുകൾ അബിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. അപ്പുവിനെ ആങ്കർ ചേർത്ത് പിടിച്ചു. അപർണ, ഞങ്ങളെ അപർണയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഒന്നല്ല 2 സർപ്രൈസ്. ആ സർപ്രൈസ് ഗിഫ്റ്റ് തരട്ടെ? ആങ്കർ പറഞ്ഞത് കേട്ടതും എന്താണ് ആ ഗിഫ്റ്റ് എന്നറിയാൻ അപ്പു അടക്കം അവിടെയുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇനിയും ഞാൻ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല, നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എന്ന് ആങ്കർ പറഞ്ഞതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ മാസ്ക് വെച്ച് 2 പേർ വേദിയിലേക്ക് വന്നു. ഒരു സ്ത്രീയും പുരുഷനാണ് അതെന്ന് വസ്ത്രത്തിലൂടെ മനസ്സിലാവും. ആ മാസ്ക് മാറ്റിക്കോളൂ. ആങ്കർ പറഞ്ഞത് പ്രകാരം ഇരുവരും മാസ്ക് മാറ്റി. ആ നിമിഷം അപ്പുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മാസ്ക് വെച്ചവരിൽ ഒന്ന് തന്റെ ദേവു ചേച്ചിയും മറ്റേത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളി താരം നിഖിൽ ശങ്കറും. പെൺകുട്ടികൾ നെഞ്ചിലേറ്റി നടക്കുന്ന 25-കാരൻ. ഒരിക്കൽ അപ്പു ഈ വേദിയിൽ പറഞ്ഞിരുന്നു തൻ്റെ സ്വപ്നങ്ങളിലൊന്ന് ക്രിക്കറ്റ് താരം നിഖിൽ ശങ്കറിനൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നതാണെന്ന്. അങ്ങനെയുള്ള ആളെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് ആകെ ഷോക്കായിരുന്നു. അപ്പു ഓടി വന്ന് ദേവുവിനെ ഇറുകെ പുണരുമ്പോൾ ദേവുവിൻ്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരനിൽ മാത്രമായിരുന്നു. എവിടെയോ കണ്ടു മറന്ന മുഖം ദേവു ചിന്തിച്ചു. ഇതേ സമയം മുന്നിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ അഭി തറഞ്ഞു പോയിരുന്നു. ഈ കാഴ്ചകളൊക്കെയും TV-യിൽ കണ്ടുകൊണ്ട് ദേവുവിൻ്റെ പ്രിയപ്പെട്ടവർ നിറഞ്ഞ കണ്ണാലെ ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു. അഭിയുടെ നോട്ടം ഇടയ്ക്കിടെ ദേവുവിനെ തേടിയെത്തിയെങ്കിലും ദേവുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു നോട്ടം പോലും അവന് നേരെ ഉണ്ടായില്ല. അപ്പുവിന് ദേവുവും നിഖിലും ഒരുമിച്ച് ട്രോഫി സമ്മാനിച്ചപ്പോൾ അപ്പുവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നിഖിൽ അപ്പുവിനെ അഭിനന്ദിച്ചു. അതിന് പിന്നാലെ അവനോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ആങ്കർ ആവശ്യപ്പെടുകയായിരുന്നു. അപർണയുടെ ജീവിതത്തിലെ മോട്ടിവേറ്റർ അപർണയുടെ ഈ നിൽക്കുന്ന ചേച്ചി ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഒരു മോട്ടിവേറ്റർ. ഇതുപോലെ ഒരു ചേച്ചി. രക്തബന്ധം കൊണ്ട് എൻ്റെ ആരും അല്ലായിരുന്നുവെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ചേച്ചിയായി കരുതി ചേച്ചി എന്ന് വിളിച്ച എൻ്റെ ലൈഫ് ചേഞ്ചർ. എൻ്റെ 19-ാം വയസ്സിൽ ഞാൻ പഠിപ്പിലുഴപ്പി തേരാപ്പാര നടക്കുന്ന സമയം എനിക്ക് എൻ്റെ നാട്ടിലെ ഒരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളോട് ഇഷ്ടം പറയാൻ വേണ്ടി ഞാൻ തെക്കും വടക്കും നോക്കി നടന്ന കാലം. അവളുടെ ഏട്ടനായിരുന്നു എൻ്റെ വഴിയിൽ തടസ്സം നിന്നത്. അവർ 5 പെൺകുട്ടികൾക്കും കൂടി ഒരു ആങ്ങളെയാണ്. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച ഒരു ലവ് ലെറ്ററും കൊണ്ട് ഞാൻ അവളുടെ വീടിൻ്റെ മതിലിലൂടെ എത്തി നോക്കി. അന്ന് അവളുടെ ഏട്ടൻ്റെ ഭാര്യ എന്നെ കൈയോടെ പൊക്കി. പക്ഷെ ആ ചേച്ചി പൊളിയായിരുന്നു. ആ നിമിഷം ചേച്ചി എന്നോട് അവൾക്ക് ലെറ്റർ കൊടുക്കാമെന്നും നാളെ തന്നെ റിപ്ലൈ തരാമെന്നും പറഞ്ഞ് ലെറ്റർ വാങ്ങിപ്പോയി എന്നല്ലാതെ ഒരു വിവരമില്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പ്രതീക്ഷയോടെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു 6 വർഷം കഴിയും അവളെ കെട്ടിച്ചു വിടാൻ. ഇനിയും ലവ് ലെറ്റർ എഴുതി സമയം കളയാതെ നല്ല പോലെ പഠിച്ച് ഒരു നിലയിലെത്താൻ. അങ്ങനെയാണെങ്കിൽ അവൾ എനിക്കുള്ളതാണെന്ന്. അവളുടെ ഏട്ടനേക്കാളും നല്ലൊരു പൊസിഷനിലെത്തി പ്രപ്പോസലുമായി വീടിൻ്റെ മുൻവശത്തു കൂടെ ചെല്ലാൻ അന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടുമായി ആ ചേച്ചി അവിടെ ഉണ്ടാവുന്നു. പഠിച്ച് വല്ലതും ആവുക എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. പക്ഷേ എനിക്ക് വാശിയായിരുന്നു. ആ ചേച്ചി പറഞ്ഞ പോലെ അവളുടെ ഏട്ടൻ്റെ മുന്നിൽ ചെന്ന് തല ഉയർത്തി നിൽക്കണം. ക്രിക്കറ്റ് എൻ്റെ ജീവനായിരുന്നു. അതിലൂടെ ലക്ഷ്യം നേടിയെടുക്കാം എന്ന ഉദ്ദേശവുമായി ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറി. പിന്നീട് അങ്ങോട്ട് ഒരു പോരാട്ടം തന്നെയായിരുന്നു. 6 വർഷത്തിനിപ്പുറം ഞാൻ ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ആ ചേച്ചിയുടെ മുഖം മാത്രമാണ്. ആ ചേച്ചി കാരണമാണ് ഞാൻ ഈ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ആ ചേച്ചിക്ക് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞ നിഖിൽ ദേവുവിനെ പാളി നോക്കിയതും ദേവുവിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. ഇപ്പോഴും ആ പെൺകുട്ടി ഈ മനസ്സിലുണ്ടോ? ആങ്കർ ചോദിച്ചു. ഉറപ്പായും, നിഖിൽ പറഞ്ഞു. ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണോ? ഇല്ല, അവൾ ഇപ്പോഴും സിംഗിളാണ്. എൻ്റെ പ്രണയം സത്യമായിരുന്നു. അത്രമേൽ ഞാൻ ഇപ്പോഴും അവളെ പ്രണയിക്കുന്നു. താങ്കളുടെ പെണ്ണാരാധകർ ഇതൊക്കെ കേട്ട് ഹൃദയം തകർന്നിരിക്കുന്നുണ്ടാവും, ആങ്കർ പറഞ്ഞു നിർത്തി. നിഖിലിൻ്റെ ലവ് ലെറ്റർ സ്റ്റോറി കേട്ട് അപ്പു അബിയു ഒരുപോലെ ഞെട്ടി. എടാ ഭയങ്കര നൈസായിട്ട് അപ്പുവിന് മുന്നിൽ മനസ്സ് തുറന്നൂല്ലേ? അന്നേരം ദേവു മനസ്സിൽ കരുതി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഷോ അവസാനിച്ചു. എല്ലാവരും പുറത്തിറങ്ങി. ദേവുവിനെ കാണാനും സംസാരിക്കാനും വേണ്ടി അവ ദേവുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയതായിരുന്നു. ബ്ലാക്ക് ഷിഫോൺ സാരിയിൽ അവൾ പഴയതിലും സുന്ദരിയായിട്ടുണ്ടെന്ന് അവന് തോന്നി. കുറച്ചുകൂടെ തളിച്ചിട്ടുണ്ട്, അവൻ ചിന്തിച്ചു. അവനെ കാണാത്ത പോലെ നടക്കാൻ ഒരുങ്ങിയ ദേവുവിനെ അവൻ പിറകിൽ നിന്ന് വിളിച്ചു. അമ്മു. ആ വിളി കേട്ട് അവൻ നടത്തം നിർത്തി ഒന്ന് നിന്നു.
എൻ്റെ പേര് അമ്മു എന്നല്ല, ദേവാൻഷിക എന്നാണ്, ദേവു ഗൗരവത്തിൽ പറഞ്ഞു. അമ്മു, എനിക്ക് നിന്നോട് സംസാരിക്കണം, അഭി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണമെന്നില്ല, ദേവു കുറച്ചുകൂടെ കഴിപ്പിച്ച് പറഞ്ഞു. അമ്മ. ആ നിമിഷം അമ്മയെന്നും വിളിച്ച് 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അരികിലേക്ക് ഓടി വന്നതും അവൾ ആ കുഞ്ഞിനെ എടുത്തുയർത്തി ചുംബിച്ചു. ദേവുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും ഒരു നിമിഷം അഭിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ ആ കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ദേവുവിൻ്റെ തനി പകർപ്പായിരുന്നു ആ കുഞ്ഞ്. അമ്മ, നമ്മൾ എപ്പോഴാ പോകുന്നേ? ആ കുട്ടി ദേവുവിനോട് ചോദിച്ചു. പോവാന്നേ, പപ്പ വരട്ടെ, ദേവു കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ദേ പപ്പ വരുന്നു, തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ ചൂണ്ടി ആ കുട്ടി പറഞ്ഞു. അമ്മു, ഈ കുട്ടി, അയാൾ. അഭി വാക്കുകൾക്ക് വേണ്ടി പരതി. ഇതെൻ്റെ മകളാണ്, ആലിൻ റോസ്. ആ വരുന്നത് ഇവളുടെ പപ്പ, റോഷൻ സാമുവൽ. റോഷൻ സാമുവൽ. ആ പേര് കേട്ടതും അഭി ഞെട്ടിത്തരിച്ചു പോയിരുന്നു. അപ്പോഴേക്കും അയാൾ അങ്ങോട്ടെത്തിയിരുന്നു. ദേവു, ഇതാരാ? തനിക്ക് പരിചയമുള്ള ആളാണോ? അഭിയെ ചൂണ്ടി റോഷൻ ചോദിച്ചു. ഇതാണ് അപ്പുവിൻ്റെ ബ്രദർ, ഡോക്ടർ അഭിമന്യു മഹേശ്വർ, എൻ്റെ എക്സ് ഹസ്ബൻഡ്. ദേവു പറഞ്ഞത് കേട്ടതും റോഷൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അടുത്ത നിമിഷം റോഷൻ ദേവുവിൻ്റെ കൈയും പിടിച്ചു അവിടെ നിന്ന് നടന്നു നീങ്ങി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ അഭി തറഞ്ഞു പോയിരുന്നു. അഭിയുടെ ഹൃദയം ഇപ്പോൾ തകർന്നു പോകും എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു.